തസ്മിത്തിനായുള്ള തെരച്ചിലിനായി പോലീസ് സംഘം കന്യാകുമാരിയിൽ തിരിച്ചെത്തി. അതിനുശേഷം നാഗർകോവിലിലെത്തി പരിശോധന നടത്തും. അജീഷ് ജയകുമാർ ചേരുന്നു പുതിയ വിവരങ്ങളുമായി. അജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ അഞ്ചംഗ പോലീസ് സംഘം കന്യാകുമാരിയിൽ രാവിലെ മുതലേ പരിശോധന നടത്തിയിരുന്ന അഞ്ചംഗ പോലീസ് സംഘം നേരത്തെ ഇവിടുന്ന് പോയിരുന്നു. അവരിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അവരിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പരിശോധന നടത്തുന്നില്ല. പക്ഷേ ഒരിക്കൽ കൂടി അവർ ഒരു അവലോകനം നടത്തും. എന്തെങ്കിലും കാര്യം ഈ കന്യാകുമാരിയിൽ അന്വേഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഒരു പരിശോധന നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഇവർ വൈകിട്ടോടെ ഇവിടുന്ന് മടങ്ങൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥർ അവരോട് ഇവിടെ തുടരാൻ, വൈകിട്ട് വരെ ഇവിടെ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ സംഘം കുടിത്തുറ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷമുള്ള എരണിയലിലും നാഗർകോവിൽ സ്റ്റേഷനിലും അതിനുശേഷമായിരിക്കും ഈ സംഘം പരിശോധന നടത്തുക. ഇപ്പോൾ ഈ സംഘം കുടിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ CCTV അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിൽ എന്തെങ്കിലും തുമ്പ് ഉണ്ടോ എന്ന് നോക്കും. അതായത് ഈ പാറശാലയ്ക്ക് ശേഷമുള്ള അടുത്ത പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ കുഴിത്തുറൈ. അവിടെ ഏതാണ്ട് 2 മിനിറ്റ് ഈ ഐലൻഡ് എക്സ്പ്രസ് ഹോൾട്ട് ചെയ്യും. അവിടെ നിന്ന് ആളെ ഇറക്കിയതിന് ശേഷമാണ് അടുത്ത റെയിൽവേ സ്റ്റേഷനായ എരണിയലിലേക്ക് പോകുന്നത്. എന്തായാലും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും എരണിയലിലും അതിനുശേഷം പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഐലൻഡ് എക്സ്പ്രസ് കന്യാകുമാരിക്ക് മുന്നേ ഏറ്റവും കൂടുതൽ സമയം ഹോൾട്ട് ചെയ്യുന്ന നാഗർകോവിൽ പരിശോധന നടത്തുക. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന. ഒരുപക്ഷെ പോലീസിന്റെ നിഗമനം തന്നെ ഈ നാഗർകോവിൽ ഒരുപക്ഷെ കുട്ടി ഇറങ്ങിയേക്കാം ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു പഴുതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ നടത്തിയിരുന്ന പരിശോധനയായിരുന്നു, പക്ഷേ കന്യാകുമാരിയിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെട്ടു പോയത്. പക്ഷേ ഇവിടുന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയിലൊന്നും ഒരു തുമ്പും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് രണ്ടാമതൊരു അന്വേഷണ സംഘം കൂടി രൂപീകരിച്ചതിന് ശേഷം അവരെ ഈ മറ്റ് 3 റെയിൽവേ സ്റ്റേഷനിൽ പരിശോധനയ്ക്കാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. എന്തായാലും കന്യാകുമാരിയിൽ പ്രത്യേകം രാവിലെ മുതൽ നടത്തിയ അന്വേഷണത്തിൽ ഒരു തുമ്പും ഇതുവരേക്കും കിട്ടിയിട്ടില്ല. പെൺകുട്ടി ഇവിടെ ഇറങ്ങിയിട്ടില്ലെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഉള്ളത്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്നും കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് സംഘം ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളത്. അവരിപ്പോൾ CCTV ഒന്നും പരിശോധിക്കുന്നില്ല. ഇവിടെ ഈ പോലീസ് വാഹനത്തിൽ തന്നെ ഇവിടെ തുടരുകയാണ്. ചില ഉദ്യോഗസ്ഥരുമായി ചിലർക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം വേറെ കാര്യങ്ങൾ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. പക്ഷേ ഇവർ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പുതിയൊരു ക്ലൂ എന്തെങ്കിലും കിട്ടുകയാണെന്നുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇവിടെ തുടരുന്നത്. വൈകിട്ട് വരെ അവരിവിടെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അജീഷ്, ഇതിൽ കേരള പോലീസ് സംഘത്തിനൊപ്പം സഹകരിച്ചിരുന്ന തമിഴ്നാട് പോലീസ് പിൻവാങ്ങിയ സാഹചര്യം എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും പുതിയ സൂചനകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണോ ഈ സംഘമുള്ളത്, അതോ ഒരു നിർദ്ദേശം കിട്ടാനുള്ള കാത്തിരിപ്പ് മാത്രമാണോ? വേണു, നേരത്തെ ഏതാണ്ട് 2 മണിയോടെയാണ് ഇവർ CCTV പരിശോധന പൂർണ്ണമായിട്ടും നിർത്തിയത്. അതായത് ആദ്യഘട്ട പരിശോധന നല്ല സൂക്ഷ്മമായി പരിശോധിച്ചിരുന്നു. അതിലൊന്നും ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നില്ല. പിന്നീട് ഒരു ഓടിച്ചു നോക്കിയിരുന്നു, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് കാര്യം നോക്കാനായിട്ട് ഒന്നും കൂടി എല്ലാ CCTV ക്യാമറകളും ഓടിച്ചു നോക്കിയിരുന്നു. അത് റെയിൽവേ സ്റ്റേഷന് അകത്തുള്ള ക്യാമറകളും പുറത്തുള്ള ക്യാമറകളും പരിശോധിച്ചിരുന്നു. പുറത്ത് അതേ സമയം തന്നെ കേരള പോലീസിന്റെ 2 പോലീസ് ഉദ്യോഗസ്ഥരും തമിഴ്നാടിന്റെ പോലീസിന്റെ 2 പേരും ചേർന്ന് ഈ ബീച്ച് ഭാഗത്തേക്കും ഇതിന്റെ പുറത്തുള്ള കടകളിലും മറ്റും പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട്. അപ്പോഴായിരുന്നു ഈ തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ അസിസ്റ്റ് ചെയ്തിരുന്നത്. ഇവരുടെ ഭാഷയും മറ്റും തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, ആളുകളോട് സംസാരിക്കാൻ വേണ്ടി ഇടവഴികളിലും മറ്റുമൊക്കെ ഇവരോടൊപ്പം പോയി ഈ കുട്ടിയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ ഈ സംഘവും ഉണ്ടായിരുന്നു. പിന്നീട് ആ പരിശോധന 2ാം ഘട്ടവും പരാജയപ്പെട്ടതോടെ കൂടിയാണ് ആ സംഘം ഈ തമിഴ്നാട്ട് പോലീസ് പിന്മാറിയത്. ഇപ്പോൾ കേരള പോലീസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അവർ ഏതാണ്ട് 2 മണിവരെ പോലീസ് ഇവിടെ CCTVകൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്തുള്ള CCTV മൊത്തമായും പരിശോധിച്ചു. ഇതിൻ്റെ പുറത്ത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയിൽ പറയുന്നത് പോലെ പെൺകുട്ടിയെ കണ്ടെന്ന് പറയുന്ന പുറത്തും പരിശോധിച്ചു. പക്ഷേ അവിടെ ഒന്നും പെൺകുട്ടിയുടെ ചിത്രം കിട്ടിയില്ല. അതോടെയാണ് പോലീസ് ഈ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടില്ല എന്നൊരു നിഗമനത്തിലെത്തിയത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ്റെ 2 ഭാഗത്തും അത് ഓപ്പണാണ്. 2 ഭാഗത്തും മതിലുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ കവാടത്തിൽ കൂടെ അല്ലാതെ വശങ്ങളിൽ കൂടെയും പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ ഒട്ടും പരിചയമല്ലാത്ത ഒരു പെൺകുട്ടി അങ്ങനെ ഈ പാളം മറികടന്ന് ഇപ്പുറത്തേക്ക് പോകുമോ എന്നുള്ള കാര്യം പോലീസിന് ഡൗട്ടാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ വശങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ക്യാമറയിൽ ആ ചിത്രം പതിയേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചിത്രമേ ഇല്ല. മാത്രമല്ല ഇതിൻ്റെ പുറത്തേക്ക് പോകുന്ന അവിടെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയെ കണ്ടോ എന്ന് അന്വേഷിക്കാനായി പോയിരുന്നു ഫോട്ടോയുമായി. പക്ഷേ
അവരാരും തന്നെ ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞില്ല, കണ്ടിട്ടില്ല. ഈ ബീച്ച് ഭാഗത്തെ എല്ലാ കടകളിലും പോലീസ് കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏതാണ്ട് ഒരു 10 മണിയോടെയാണ് വിനോദസഞ്ചാരികൾ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ആ ഭാഗത്തും മലയാളികളടക്കമുള്ളവരുണ്ട്, മലയാളി ഹോട്ടലുകൾക്ക് ഒരുപാടുണ്ട്. ആ ഹോട്ടലുകളുടെ CCTV ഒക്കെ പരിശോധിച്ചു. പ്രത്യേകിച്ച് ഒരു ഗുണവും തന്നെ ആ പരിശോധനയിൽ നിന്ന് പോലീസിന് ഉണ്ടായില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഇവിടുത്തെ പരിശോധന അവസാനിക്കാൻ പോലീസ് തീരുമാനിച്ചത്. എന്തായാലും CCTV ഇനി പരിശോധിച്ചതുകൊണ്ട് ഇനി കാര്യമുണ്ടാകുമെന്ന് പോലീസിന് തോന്നുന്നില്ല. അതുകൊണ്ട് CCTV വീണ്ടും പരിശോധിക്കുന്നില്ല. അത് RPFന്റെ സഹകരണത്തോടെയായിരുന്നു നേരത്തെ പരിശോധിച്ചുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് അവസാനിപ്പിച്ചു. പോലീസ് ഇനിയിപ്പോൾ CCTV നോക്കുന്നില്ല. പക്ഷേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും കന്യാകുമാരിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരു തുമ്പ് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് വീണ്ടും ഒന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഘം ഇപ്പോൾ ഇവിടെ തുടരുന്നത്. എന്തായാലും വൈകിട്ട് വരെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കിട്ടുന്നത്, ഇവിടുന്ന് പോകണമെന്ന നിർദ്ദേശം കിട്ടുന്നത് വരെ ഈ സംഘം ഇവിടെ തുടരും. അതിനുശേഷമായിരിക്കും ഇവർ ഒരുപക്ഷെ നാഗർകോവിലേക്ക് മറ്റും പോവുക. ഇവിടുന്ന് ഏറ്റവും അടുത്തും 25 കിലോമീറ്റർ നാഗർകോവിലേക്കാണുള്ളത്. ഇപ്പോൾ എന്തായാലും രണ്ടാമത്തെ സംഘം കുഴിത്തറയിൽ പരിശോധന നടത്തുന്നുണ്ട്. അവിടെ എന്തെങ്കിലും തുമ്പ് കിട്ടുകയാണെങ്കിൽ ഈ സംഘത്തെ ഇവിടുന്ന് പിൻവലിക്കുന്നതായിരിക്കും. ശരി, അജീഷ് ജയകുമാറാണ് കന്യാകുമാരിയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേർന്നത്.